ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീഡിയോകളിൽ എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ജാറിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി ആ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് ഒരു 1/4 കപ്പോളം നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് കേക്ക് ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2 ഓയിൽ പേപ്പർ വെച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇത് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഇവിടെ എത്തി. ഇനി നമ്മൾ 5 മിനിറ്റ് മുമ്പേ നമ്മൾ ഈ പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഡ്ഡലി പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനടിയിലൊരു പാത്രം വെച്ച് നമ്മുടെ ഈ പ്ലേറ്റ് കേക്ക് ബാറ്റർ ഒഴിച്ചത് അതിന് മീതെ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇനി വിപ്പിംഗ് ക്രീം 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഡയറി മിൽക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡയറി മിൽക്കും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റോളം നമ്മൾ ബാറ്റർ കേക്ക് ഉണ്ടാക്കാൻ വെച്ച ബാറ്റർ നന്നായിട്ട് ചൂടായി വെന്ത് വരണം. 40 മിനിറ്റോളം നമ്മൾ അടുപ്പിൽ വെക്കണം. നേരിയ രീതിയിൽ മാത്രം തീ കത്തിച്ചാൽ മതി. ഇനി ഈ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പാത്രത്തിൽ തന്നെ നമ്മൾ 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഡയറി മിൽക്കിൻ്റെ പാക്കറ്റും കൂടെ ഇട്ട് 1 സ്പൂൺ കൊക്കോ പൊടിയും കൂടി ചേർത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഇനി നമ്മൾ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ജാറിലേക്ക് അത് മൊത്തം ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ആ ബിസ്ക്കറ്റ് പൊടി, 2 സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് പാല്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ചു നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ക്രീമായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ തീ കത്തിച്ചാൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ ആദ്യം വെച്ച നമ്മുടെ കേക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്ന് അറിയുന്നതിന് വേണ്ടി നമ്മളൊരു കോല് ഉപയോഗിച്ച് ശകലം ഒന്ന് കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുത്തി നോക്കി ഇപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു പാത്രം, അതിലൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയായി. അതിൻ്റെ നമ്മൾ പേപ്പറെല്ലാം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ പേപ്പറൊന്ന് എടുക്കാം.
പേപ്പർ മാറ്റി കണ്ടില്ലേ, നല്ല അടിപൊളി സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ കേക്ക് നമ്മൾ ഈ പാത്രത്തിലാണ് വെക്കുന്നത്. ആ പാത്രത്തിൽ വെച്ച് എല്ലാവരുടെയും ഒന്ന് ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതായത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ആറിയതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എല്ലാവരുടെയും നന്നായിട്ട് പിടിക്കുന്നതിനും അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനുമാണ് ഹോളിട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് മിക്സാക്കി വെച്ചതും കൂടെ അതിന് മീതെ നമുക്ക് ഒഴിച്ച് കൊടുക്കും. പഞ്ചസാര ലായനി ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിന് മീതെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മിക്സും കൂടെ നമ്മൾ എല്ലാവിടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മീതെ നമുക്ക് അണ്ടിപ്പരിപ്പും നിലക്കടല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടാം പ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീതെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന രണ്ടാമത് തയ്യാറാക്കിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാവിടെയും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പെടുത്ത് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് ഒന്ന് അരിച്ച് അതിന് മീതെ വിതറി കൊടുക്കാം. ഇതേപോലെ ഇപ്പോൾ അങ്ങനെ 1.5 മണിക്കൂർ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇത് അടച്ചതിന് ശേഷം 1.5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് നമ്മൾ സെറ്റാക്കി എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞുള്ള അടുത്തുള്ളതാണ് ഇത്. ഡ്രീം കേക്ക് കണ്ടില്ല, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.